ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എക്സ്ക്യൂസ് മീ. ഈ മ്യൂസിക് ഡയറക്ടർ കിഷോർ സാർ ഇദ്ദേഹമാണ്. ഹായ് സാർ. ഹായ്, ഐ എം ബെഞ്ചമിൻ. സുന്ദരേശ് സാർ പറഞ്ഞിട്ട് വന്നതാ. ഓക്കെ. ശരത്തെ നൊട്ടേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ശരി സാർ. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് വിധാമ എടുത്തുകൊണ്ട് സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമമ്മയുടെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മുടങ്ങാൻ പാടില്ല. ഇവിടെ പാടാൻ ചെന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാലോ? അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. തന്റെ കോൺഫിഡൻസിലാണ് ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് എന്റെ ഭഗവാൻ എന്നെ കൈവിടില്ല. വരുൺ സമാധാനായിട്ടിരിക്കെ. സാർ, മൊത്തം കുഴപ്പമാണല്ലോടാ ശരത്തെ. ശ്യാമ മേഡത്തിന്റെ നിർബന്ധപ്രകാരം പുതിയൊരാൾ പാടുന്നത് ഓക്കെയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട വേറൊരാളും ഇല്ല. സാർ, സുന്ദരേശൻ ലാസ്റ്റ് മിനിറ്റിലാണ് വിളിക്കുന്നത്. ഒട്ടും സുഖമില്ല. എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? നമുക്ക് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തല്ലോ സാർ. അതൊന്നും ശരിയാവില്ല. ഇപ്പൊ നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്താ നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ് ഒന്നും ഒരുപക്ഷെ ശ്യാമ മേഡത്തിന് മനസ്സിലായെന്ന് വരില്ല. അവരെന്താ കരുതുക? അവർ ഒരു കുട്ടിയെ ശുപാർശ ചെയ്തു. അതിൽ നമുക്കൊരു താല്പര്യക്കുറവുള്ളത് കൊണ്ട് നമ്മൾ റെക്കോർഡിംഗ് മാറ്റിയെന്നല്ലേ കരുതുള്ളൂ. റിയാലിറ്റി അതല്ലല്ലോ സാർ. എടോ, ഇത് സിനിമ ഫീൽഡാ. ഇവിടത്തെ റിയാലിറ്റികൾക്കൊക്കെ ഇത്രയേ വിലയുള്ളൂ. ടോട്ടൽ റെക്കോർഡിംഗ് ദിവസം വയലിൻ ബിറ്റ് മാത്രം മാറ്റിവെക്കാമെന്ന് തോന്നിയതാണ് അബദ്ധം പറ്റിയത്. അതിനത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാ സോങ്ങിനൊപ്പം റെക്കോർഡും ചെയ്യാമെന്ന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. സുന്ദരേശൻ എന്തായാലും സാറിന്റെ മുന്നിലേക്ക് ഒരു പകരക്കാരനെ അയക്കില്ല. അയാളെ വിഷനായിരിക്കും. എടോ, അതിനൊന്നും ഇവിടെ സമയമില്ല. വരുന്നത് ആരായാലും അയാളെ സ്റ്റുഡിയോയിൽ എത്തിക്കുക. അതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും താൻ പാ, ആ കുട്ടിയുടെ സോങ് ഒന്ന് നോക്കാം. കുഴപ്പമില്ല. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കയറാം മാഡം. രാധികയുടെ സോങ് ഒന്ന് നോക്കട്ടെ. ഓക്കെ മോളെ, ഓക്കെ ആണോ? അതെ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ വിനയം കാണിച്ച് വെറുതെ തലയാട്ടി നിന്നാ പോരാ. നമ്മൾ ഓക്കെ ആണെന്ന് ഉറക്കെ പറഞ്ഞ അവർക്ക് കോൺഫിഡൻസ് കൂടും. അല്ലേ കിഷോർ? അത് സത്യം തന്നെയാണ് മാഡം. ഇത് വലിയൊരു കോർഡിനേഷൻ അല്ലേ? എല്ലാവരും ഉറക്കെ ഒന്ന് ഓക്കെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് വേറെ തന്നെയാണ്. മോളെ, കേട്ടില്ലേ? ഞാൻ ഓക്കെയാണ് സാർ. എക്സ്ക്യൂസ് മീ. ഈ മ്യൂസിക് ഡയറക്ടർ കിഷോർ സാർ ഇദ്ദേഹമാണ്. ഹായ് സാർ. ഹായ്, ഐ എം ബെഞ്ചമിൻ. സുന്ദരേശ് സാർ പറഞ്ഞിട്ട് വന്നതാ. ഓക്കെ. ശരത്തെ നൊട്ടേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ശരി സാർ. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ തമ്മിൽ അറിയും. ഞാൻ ഈ നൊട്ടേഷൻ നോക്കിയോട്ടെ. പതിവിൽ നിന്നൊന്ന് മാറി സോങ്ങിനോടൊപ്പം വയലിൻ നോട്ട്സ് കൂടി ഒന്ന് എടുക്കാൻ പോവുക. ഒരു ചേഞ്ച് പരീക്ഷിക്കുന്നതാ. ഞാനേ ശ്യാമ മേഡത്തിനോട് പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. എങ്കിൽ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? ബെഞ്ചമിൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ.
ശ്യാമ മാഡത്തിന്റെ കാലത്തൊട്ട് ഇതുപോലെ അനുഗ്രഹം മേടിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ ഫിദയെ ശ്യാമമേടാണെന്നെ കൂട്ടിക്കോളൂ. ആ ബെഞ്ചമിൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ബെഞ്ചമിൻ റെഡി? രാധിക മ്യൂസിക്.